ഇന്ന് നമ്മോട് തിരുവചനം സംസാരിക്കുന്നത് പാസ്റ്റർ ജോൺ പോൾ തിരുവനന്തപുരം. കർത്താവിൻ്റെ ദാസനെ ഈ മീറ്റിങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ കർത്താവിൻ്റെ ദാസനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനും സ്വാഗതം ചെയ്യുന്നതിനും വേണ്ടി ഞാൻ റജി കോശി ബ്രദറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇപ്രകാരം ഉള്ള സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് പാസ്റ്റർ ജോൺ പോൾ ടു ഷിക്കാഗോ പ്രയർ ലൈൻ. ഷിക്കാഗോ പ്രയർ ലൈനിലേക്ക് വെൽക്കം ചെയ്യുന്നു. അപ്പോൾ തന്നെ നമ്മുടെ പാസ്റ്റർ റെജി ജോസഫുവിനെ പരിചയപ്പെട്ടതുപോലെയാണ് ഇദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചത്. എൻ്റെ ഫേസ്ബുക്കിൽ കൂടെയുള്ള മിനിസ്ട്രി മുഖാന്തരമായിട്ടാണ് പ്രിയ പാസ്റ്റർ ജോൺ പോളിനെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചത്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യവും കാര്യങ്ങളൊക്കെ പറയും. എനിക്ക് എൻ്റെ അറിവിൽ അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ ഏകദേശം ഒരു 3 പതിറ്റാണ്ട് കർത്തൃവേലയിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ജന്മനാടും അവിടെ തന്നെ, അവിടെ ഇപ്പോൾ മിനിസ്ട്രിയിലായിരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഒരു സമ്മറൈസ്ഡ് ആയിട്ട് പറയണമെങ്കിൽ ഇതാണ്: ഹീസ് എ പ്രയർ വാരിയർ. ഈ ഷിക്കാഗോ പ്രയർ ലൈൻ ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയാണ്. കാരണം ഇതിൽ വരുന്നവരൊക്കെ വരുന്നവർ പ്രയർ വാരിയേഴ്സാണ്. അതോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനവും അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിമണിയും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ? പ്രൈസ് ദി ലോർഡ്. ഓക്കെ, താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് പാസ്റ്റർ ജോൺ പോൾ. ഞാൻ ഈ പ്രെയർ ലൈനിൽ വരുവാൻ കാരണം പാസ്റ്റർ റെജി അവറുകളാണ്. അദ്ദേഹത്തെ ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെട്ടു. അന്ന് മുതൽ പ്രാർത്ഥിക്കും. ആരെന്നൊന്നും അറിയത്തില്ല, പ്രാർത്ഥിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം എന്നോട് സംഭാഷണം ചെയ്തു. അന്ന് മുതൽ വീണ്ടും കുറച്ചുകൂടെ ഞങ്ങളുടെ ബന്ധം ദൃഢമായി. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രെയർ ലൈൻ ഉണ്ട്, അതിൽ വന്ന് അവിടെയും വന്ന് പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ രീതി അനുസരിച്ച് ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഇന്നും പ്രാർത്ഥിച്ചു. 4 മണി മുതൽ 6 മണി വരെയാണ് എൻ്റെ പ്രാർത്ഥനാ സമയം. അതിനുശേഷം 6 മണി മുതൽ 7 മണി വരെ ഞാൻ നടക്കാൻ പോകും, വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പൊ അതുകൊണ്ട് ഈ നടക്കുന്ന സമയത്ത് ഞാൻ ഇയർഫോണിൽ വെച്ച് നിങ്ങളുടെ പ്രോഗ്രാം എല്ലാം കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. എങ്കിലും ഇന്ന് ഞാൻ നടക്കുന്നില്ല. ഇന്ന് ഇവിടെ ഇരുന്ന് അല്പസമയം വചനം സംസാരിക്കുകയാണ്. സ്തോത്രം. ഞാൻ 22-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഇറങ്ങി. എൻ്റെ നല്ല പ്രായം കർത്താവിന് വേണ്ടി കൊടുത്തു. 2 ബൈബിൾ സ്കൂളിൽ പഠിച്ചു. ന്യൂ ഇന്ത്യ ചർച്ച ബോർഡിലെ പാസ്റ്റർ ബി എ തമ്പിച്ചായൻ അവിടെയാണ്. അവിടെ 92-ൽ പഠിച്ചു. അതിനുശേഷം ഒരു പാസ്റ്ററുടെ കീഴിൽ 1 വർഷത്തോളം സെൻട്രൽ പാസ്റ്ററുടെ കീഴിൽ ടി എ തോമസ്, അദ്ദേഹത്തിന്റെ കീഴിൽ ഞാൻ വർക്ക് ചെയ്തു. അദ്ദേഹത്തിന്റെ ബാഗൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. അന്ന് എൻ്റെ കുഞ്ഞു പ്രായം 24 വയസ്സായില്ല, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഡൽഹിക്ക് പോയി. പിന്നെ ഡൽഹിയിലും വചനം പഠിച്ചു. അവിടെയും പിന്നെ അവിടെ നിന്ന് തിരിച്ചു പിന്നെ എവിടെയും പോയില്ല. ഡൽഹി കേന്ദ്രീകരിച്ച് നോർത്ത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ പോയി കർത്താവിന്റെ വേല ചെയ്തു. 3 ഹിന്ദി സഭ സ്ഥാപിക്കുവാൻ സ്വർഗം സഹായിച്ചു. ഒരു മലയാളം സഭ. അങ്ങനെ 4 സഭ സ്ഥാപിച്ചു. അനേകരെ സ്നാനപ്പെടുത്തി, അനേകരെ ദൈവഭാഗത്തേക്ക് കൊണ്ടുപോകാനൊക്കെ ദൈവം ഇടയാക്കി. ഈ 2 പ്രാവശ്യം ഹരിയാനയിൽ വെച്ച് അടി കൊള്ളുവാനിടയായി. എങ്കിലും അതൊന്നും തളർത്തുവാനിടയായില്ല. സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചു. വീണ്ടും ദൈവം കൃപ തന്നു. 2001-ൽ എൻ്റെ വിവാഹം. കർത്താവ് വിവാഹം നടത്തുവാൻ ഇടയാക്കി. എനിക്ക് 2 പെൺപിള്ളേരാണ്. ഒരാൾ ബിടെക് എഞ്ചിനീയറിന് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്നു. 2-ാമത്തവള് BBA എൻ്റെ ട്രിവാൻഡ്രത്തെ തന്നെ ഒരു കോളേജിൽ പഠിക്കുന്നു, കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ. ഞങ്ങൾ 4 പേരും കൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഇവിടെയും ഒരു മിനിസ്ട്രി ആയി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സഭാ ചാർച്ച് ഉണ്ടെങ്കിലും അത് പ്രായോഗികമല്ല. കാരണം 2022 ആയപ്പോൾ എനിക്ക് അറ്റാക്ക് വന്നു. അതിനുശേഷം പിന്നെ ഒരു വർഷം
ഒന്നും പ്രസംഗിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. എങ്കിൽ ദൈവം അവിടെ നിന്നെല്ലാം വിടുവിച്ചു. അതുകൊണ്ട് സഭാചാർച്ച് കുറച്ച് ദിവസത്തേക്ക് ഇല്ല. എങ്കിലും വരും ദിവസങ്ങളിൽ ഇപ്പോഴും സഭാചാർച്ച ചെയ്യുന്നുണ്ട്, പക്ഷെ എൻ്റെ സ്വന്തമായി എന്നുള്ളതിൽ ഇല്ല. അപ്പോ ഇൻഡിപെൻഡന്റ് മിനിസ്ട്രി ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നു. ഇവിടെയും നാട്ടിൽ വന്നും ഹിന്ദി വർക്ക് ചെയ്തു. പാസ്റ്റർ IPC ചർച്ചിലെ പാസ്റ്റർ KC തോമസ് പേറുക്കട, അദ്ദേഹത്തിന്റെ ചർച്ചിലെ ഹിന്ദി വർക്ക് ഞാനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോ പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികളൊന്നും അവിടെ വരാത്തത് കൊണ്ട് അതങ്ങനെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. എങ്കിലും എല്ലാ ദൈവദാസന്മാരുമായിട്ട് വളരെ സന്തോഷവും വളരെ ലിങ്കാണ്, വളരെ ആത്മീയ ബന്ധങ്ങളുണ്ട്. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു മിനിസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രെയർ ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബുക്ക് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇത് പ്രെയർ ഫോർ ഇന്ത്യ എന്ന് പറയുന്നത് ഞങ്ങള് 28 സംസ്ഥാനവും 8 കേന്ദ്രഭരണ പ്രദേശത്തെക്കുറിച്ചും ഒരു ഡേറ്റാബേസ് ഞങ്ങൾ ഉണ്ടാക്കി. ആ ഡേറ്റാബേസിലാണ് ഞങ്ങൾ പ്രയർ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതില് ഞങ്ങളുടെ ടീമുകൾ പല ജില്ലകളിൽ ഇങ്ങനെ പോകുന്നതാണ്. അതായത് ഇപ്പോൾ ഞങ്ങളുടെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ പുൾ ഡൗൺ സ്ട്രോങ് ഹോൾസ് എന്നാണ് ആ പ്രാർത്ഥനയുടെ പേര്. ഓരോ സമയവും ഞങ്ങൾ ഓരോ പ്രാർത്ഥനയ്ക്ക് ഓരോ പേരിടും. ഗിദയോൻ പ്രയർ, എസ്തേർ പ്രയർ, ഇങ്ങനെ പല പ്രയർ ഇങ്ങനെ പേരുകളിട്ട് ഇപ്പോൾ നടത്തുന്നത് ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത സമയത്ത് 770 ജില്ലയായിരുന്നു. ഇപ്പോൾ അത് നമുക്ക് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു മാസമായതേ ഉള്ളൂ നമുക്ക് ഒരു ഡേറ്റ വന്നിരിക്കുന്നത്. 801 ജില്ല നമ്മുടെ ഭാരതത്തിലുണ്ട്. അപ്പോൾ ഈ ജില്ലയെല്ലാം കവർ ചെയ്തപ്പോൾ ഏകദേശം 700 ജില്ലയോളം കവർ ചെയ്തു പ്രാർത്ഥന. ഒരു 1.5 വർഷം കൊണ്ട് ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ജില്ലയ്ക്ക് 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യും. അവിടെ ചെന്ന് ആ ജില്ലയിൽ ചെന്ന് ഏതെങ്കിലും ഒരു സ്ഥലം, ചിലപ്പം ഗ്രൗണ്ട് ആയിരിക്കാം, ഒരു കാടിന്റെ പ്രദേശമായിരിക്കാം, എവിടെയാണോ നമുക്ക് സൗകര്യം കിട്ടുന്ന അവിടെ വണ്ടിയിൽ ചെല്ലുക, പ്രാർത്ഥിക്കുക. അതായിരുന്നു അങ്ങനെയുള്ള ഒരു അതിന്റെ ഫലം ഇന്ന് പഞ്ചാബിലാകട്ടെ മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ ആത്മീയ അല്ലെങ്കിൽ ആത്മീയ പ്രവർത്തനം ഇന്ന് ഇന്ത്യയിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ പല സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ അവിടെ നടക്കും. പക്ഷേ തമ്പുരാൻ തന്റെ സഭ ഭാരതത്തിൽ ചെയ്തെടുക്കുന്നു. സ്തോത്രം. അതുപോലെ നമ്മളും ഓരോ രാജ്യത്തിൽ, നമ്മൾ ഏത് രാജ്യത്തിൽ താമസിക്കുന്നോ ആ രാജ്യത്തെക്കുറിച്ചും ആ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മൾ ശക്തമായി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം ആ രാജ്യങ്ങളെ തൊടും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു വചനത്തിലേക്ക് കയറാം. ഈ ഗാന എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടല്ലോ, ആ രാജ്യത്തില് എയ്ഡ്സ് രോഗം ഏറ്റവും കൂടുതൽ വർദ്ധിച്ചൊരു സമയമുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും എയ്ഡ്സ് രോഗം. അപ്പോ ഈ എയ്ഡ്സ് രോഗം കൊണ്ട് വർദ്ധിച്ചു, രാജ്യം നശിച്ചു. പൊതുവിൽ ആ രാജ്യം പട്ടിണി പാവങ്ങളെ അറിയാലോ. ഈ രാജ്യത്ത് 2 ദൈവ സഹോദരന്മാരുടെ പ്രാർത്ഥനയാണ് ഇന്ന് ഗാനയെല്ലാം ക്രിസ്തീയ രാജ്യമായി മാറിയത്. അതിന്റെ ചരിത്രങ്ങൾ പഠിക്കണം. അതുപോലെ അത് ഗാന ആയിരുന്നാലും ശരി തന്നെ, എത്യോപ്യ ആയിരുന്നാലും ഇവിടെയെല്ലാം ദൈവ സാന്നിധ്യം. അപ്പോൾ അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിലും നമ്മൾ ആരെല്ലാം മുട്ടുകുത്തുന്നോ അവിടെ എല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ ഈ 5 വർഷം ഞാൻ സാക്ഷി കേട്ടു. പ്രിയ അനീഷ ചായം പറഞ്ഞു 5 വർഷം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ അമേരിക്കയ്ക്ക് വേണ്ടിയും അതുപോലെ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന നമ്മുടേന്ന് അങ്ങ് പറയുന്നു, നിങ്ങളുടേന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കും, ദൈവം പ്രവർത്തിക്കും. തന്റെ സഭ ഒരു മണവാട്ടിയെ ദൈവം ചേർക്കും, അതിന് ദൈവം ഒരുക്കും, അതിന് ദൈവം ഉള്ള വഴികളെ ദൈവം അവിടങ്ങളാൽ ദൈവം ഒരുക്കും. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ സഹോദരിയുടെ മിനിസ്ട്രി ഞാൻ കേൾക്കുവാനുണ്ട്. ബീഹാറില് എനിക്ക് തോന്നുന്നു ആരോ ഏതോ ഒരു പേര് അത്ര എനിക്കറിയത്തില്ല. അപ്പോ അവരൊക്കെ ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും അവരെല്ലാം ദൈവത്തിന് വേണ്ടി വലിയ പ്രയോജനപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇനി കൂടുതലായിട്ടും മറ്റൊന്നും പറയുന്നില്ല, വചനത്തിലേക്ക് അങ്ങ് കിടക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. ഒരു വാക്യം വായിക്കാം.
എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം ഞാൻ വായിക്കുന്നു. അടുത്ത ചില വാക്യങ്ങൾ ആരെങ്കിലും കൂടെ വായിക്കണം, പക്ഷെ ഇപ്പോൾ ഞാൻ വായിക്കാം. എബ്രായർ ലേഖനം 11-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഈ വചനം എഴുതുമ്പോൾ എഴുതുന്ന വ്യക്തി മോശയെ കണ്ടിട്ടില്ല. മോശയെ കുറിച്ച് പുസ്തകത്തിൽ കൂടെ ഉള്ള അറിവല്ലാതെ അക്ഷരീരകമായി കണ്ടിട്ടില്ല. നാളൊരു കാലത്ത് മോശയെ കുറിച്ച് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകുമെന്ന് മോശയ്ക്കും അറിയത്തില്ല. എന്നാൽ ഏകദേശം 1500 വർഷത്തിന്റെ ദൈർഘ്യമുള്ള ഈ കാലഘട്ടം പൗലൂസിന് ദൈവം ആത്മാവിൽ മോശയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് തമ്പുരാൻ അവിടെ മോശയ്ക്ക് അല്ലെങ്കിൽ പൗലൂസിന് ദൈവം കൊടുത്ത വെളിപ്പാടാണ് ഇവിടെ നമ്മൾ വായിച്ചത്. മോശയുടെ ചരിത്രം നമുക്കറിയാം, പശ്ചാത്തലവും കാര്യങ്ങളും എല്ലാം നമുക്കറിയാം. പക്ഷേ എന്റെ വിഷയം എന്തുകൊണ്ട് മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിന്റെ ധനം യേശു ജനിക്കുന്നതിന് 10,500 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മോശയുടെ ചരിത്രം, മോശ പോലും യേശുവിനെ കണ്ടിട്ടില്ല, വ്യക്തമായി അക്ഷരീകമായ ബോഡി കണ്ടിട്ടില്ല. എന്നാൽ കർത്താവ് തമ്മിൽ കണ്ടെന്ന് നമുക്ക് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് മറുരൂപമലയിൽ. ഞാൻ പറയുന്നത് ആ മോശയെ കുറിച്ച്, മോശയുടെ പ്രവൃത്തിയെ യേശുവിന്റെ ചരിത്രവുമായി യേശുവിന്റെ രക്ഷയുടെ ദൂതുമായി കണക്ട് ചെയ്ത ഒരു വേദഭാഗമാണ് എബ്രായർ ലേഖനത്തിൽ 11-ാം വാക്യം. ഈ വാക്യത്തിൽ നിന്ന് ചില മിനിറ്റുകൾ ദൈവവചനത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ ദൈവം തൊടും. ചില വ്യക്തികൾക്ക് ഉറപ്പും ധൈര്യവും കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രവർത്തനത്തിന്റെ ആഴം എന്താണെന്നും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ദൈവപ്രവൃത്തി എന്താണെന്നും വെളിപ്പെടുവാൻ പോവുകയാണ്. സ്തോത്രം. നമുക്ക് നേരെ ഈ ഭാഗം ഞാൻ പിന്നെ അതിനെ അവസാനമേ ഞാൻ വിശദീകരിക്കുകയുള്ളൂ. ഇതിന്റെ മൂടൊന്ന് തപ്പി പരതിപ്പോയാൽ മാത്രമേ ഇതിന്റെ കറക്റ്റുള്ള കാര്യം പിടികിട്ടുള്ളൂ. സ്തോത്രം. പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ഇതിന്റെ ചരിത്രങ്ങളൊന്നും പറഞ്ഞ് കഥ പറഞ്ഞ് ഞാൻ ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. അതിന്റെ ഓരോ ദൂതുകളും മാത്രം, കണ്ടന്റ് മാത്രം എടുത്ത് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. മോശയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം ഹല്ലേലൂയ മിസ്രൈം ദേശത്താണ് അദ്ദേഹം ജനിച്ചു വളരുന്നത്. ഈ മിസ്രൈം ദേശം എന്തെന്ന് ഒരു വാക്ക് പറയാം. വേദപുസ്തകം പഠിക്കുമ്പോൾ സാത്താന്റെ സിംഹാസനമെന്ന് പെർഗമോസ് സഭയിലേക്ക് എഴുതുമ്പോൾ സാത്താന്റെ സിംഹാസനം ലോകത്തിൽ ആദ്യമായി രൂപം കൊണ്ടത് സീനാർ ദേശത്തിൽ സമഭൂമി എന്ന പ്രദേശത്ത് നിമ്രോദ് എന്ന വ്യക്തിയാണ് സാത്താന്റെ സിംഹാസനം ഭൂമിയിൽ ആദ്യം സ്ഥാപിക്കുവാനിടയായത്. അവൻ സ്ഥാപിച്ചിട്ട് മാർദൂക്ക് എന്ന് പറയുന്ന ദേവനെ പ്രതിഷ്ഠിക്കുവാൻ, അതിന്റെ മുകളിൽ പ്രതിഷ്ഠിക്കുവാൻ ഇടയാക്കിയപ്പോൾ തമ്പുരാന് മനസ്സിലായി ചിതറിപ്പാർക്കേണ്ട ജനത്തെ ഒറ്റ കൊടക്കീഴിൽ കൊണ്ടുവന്ന് സാത്താന്റെ അധീനതയിലാക്കുമെന്ന് തമ്പുരാൻ മനസ്സിലാക്കിയപ്പോൾ അതിനെ ചിതറിച്ചു കളഞ്ഞ് വീണ്ടും ദൈവം തമ്പുരാൻ തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സാത്താന്റെ സിംഹാസനം എത്ര പ്രബല ശക്തിയായിരുന്നാലും അതിനെ തകർത്തുകൊണ്ട് ദൈവമക്കൾക്ക് തന്റെ വിടുതൽ കൊടുത്ത് തന്റെ ആഗ്രഹങ്ങളെ നിറവേറ്റിത്ത ദൈവമക്കളുടെ ജൈത്രയാത്ര വീണ്ടും തുടരുവാൻ സ്വർഗം ഇടവരുത്തും. ആയതുകൊണ്ട് എത്ര വലിയ ശക്തിയായിരുന്നാലും തകർക്കുന്ന
ദൈവശക്തിയാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തീർന്നില്ല. അങ്ങനെ ഒന്നാമത്തെ സിംഹാസനം നമ്മൾ അവിടെ കടന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സാത്താന്റെ സിംഹാസനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഈജിപ്റ്റാണ്. ഈജിപ്തിലാണ് സാത്താന്റെ സിംഹാസനം രൂപം കൊണ്ടത്. അവിടെയും ഹല്ലേലൂയ ബാൽദേവനും അല്ലെങ്കിൽ സൂര്യദേവനെ നമസ്കരിക്കുന്ന ഒരു സ്ഥലം, മാഡൂക്ക് ദേവന്മാരെ ആരാധിക്കുന്ന സ്ഥലം. അവിടെ നൈൽ എന്ന് പറയുന്ന നദി നമുക്ക് കാണുവാൻ കഴിയും. നൈൽ എന്നതും ഈജിപ്തിലെ ഒരു ദേവന്റെ പേരാണ്. ചുരുക്കി പറഞ്ഞാൽ അന്യജാതി സാത്താന്റെ സിംഹാസന ഹെഡ്ക്വാർട്ടർ പോലെ ഭൂമിയിലായിരിക്കുന്ന രണ്ടാമത്തെ പ്ലേസിലാണ് ഒരു ദൈവ പൈതലിന്റെ ജനനവും. അവിടെയാണ് തമ്പുരാൻ അവനെ വളർത്തുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നു, നാം വിവിധ രാജ്യങ്ങൾ, വിവിധ സ്ഥലങ്ങളിൽ നാം താമസിക്കുന്നവരാണ്. നാം എവിടെ താമസിച്ചാലും, എത്ര വലിയ ശത്രു, വലിയ പ്രബല ശക്തിയായിരുന്നാലും, സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ ഒരു ദുഷ്ടനും നിങ്ങളെ തൊടത്തില്ല. നിങ്ങളുടെ ദൗത്യം, നിങ്ങളുടെ യാത്ര അത് ജൈത്രയാത്രയായി തന്നെ കൊണ്ടിരിക്കും. സ്തോത്രം. തീർന്നില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മുടെ ഭാരതത്തിലെ ഞങ്ങള് ഏറ്റവും കൂടുതൽ അമ്പലങ്ങളുള്ള ഒരു സ്ഥലമാണ് വാരണാസി. നമുക്ക് എല്ലാവർക്കും അറിയാം, 1ാം സ്ഥാനം. പക്ഷേ നിങ്ങൾ ഒന്നുകൂടെ പരിശോധിച്ച് നോക്കിയാൽ ഈ 2 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള ഡേറ്റയിൽ ഞങ്ങൾക്ക് കിട്ടിയത്, പിന്നെ ഏറ്റവും കൂടുതൽ അമ്പലമുള്ളത് ഞാൻ ഇരിക്കുന്ന തിരുവനന്തപുരം പട്ടണമാണ്. ഇവിടെ ഇരുന്നു കൊണ്ടാണ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സംസ്ഥാനങ്ങളിലും പോയി പ്രവർത്തിക്കുന്ന ഒരു ടീമുണ്ട്. നല്ല ശുചിറുക്കുള്ള ചെറുപ്പക്കാരാണ്. സ്വതന്ത്രം. അവർക്കൊക്കെ ഉത്തേജനം കൊടുക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ എനിക്കും അവസരം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ, സാത്താന്റെ സിംഹാസനം ഇരിക്കുന്ന സ്ഥലമായിരുന്നാലും നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്റെ മുമ്പിൽ ഒരു ശക്തിക്കും നിൽക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. അങ്ങനെ സാത്താന്റെ സിംഹാസനം രണ്ടാമത്തെ സ്ഥലമാകുന്ന ഈ പ്രദേശത്താണ് മോശയുടെ ജനനം. മോശ ജനിച്ചു. മോശ വളർന്നു, അനുഗ്രഹിക്കപ്പെട്ടു ഒരു പൈതലായി ഈ ജനത്തെ വിടിവിക്കുമെന്ന് സാത്താൻ അറിയാം. എന്നാൽ ആയതുകൊണ്ട് അവന്റെ ജനനത്തിൽ തന്നെ അവനെ തകർത്ത് കളയുവാൻ പിശാചൊരുക്കി. ഈ ശബ്ദം കേൾക്കുന്ന, ഈ മീറ്റിംഗിലായിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളിൽ പലരും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് സാത്താൻ അറിഞ്ഞുകൊണ്ട് അവന്റെ പ്രവൃത്തി അഴിച്ചുവിട്ടതാണ് രോഗം, രോഗബന്ധനം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള തകർച്ചകൾ. ഇതെല്ലാം അഴിച്ചുവിട്ടതിന്റെ കാരണം നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്, അതിനെ തകർക്കുവാൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, എത്ര വലിയ ശക്തിയായിരുന്നാലും അതിനെ അതിജീവിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടെങ്കിൽ നിന്നെ ഒരു ദുഷ്ടശക്തിക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം പഠിക്കുമ്പോൾ മോശയെ നൈൽ നദിയിലേക്ക് കൊണ്ടെറിയുന്ന സംഭവം നിങ്ങൾക്കറിയാമല്ലോ. അവിടെ ഒരു ദൂത് ഞാൻ പറയുവാനാണ് ആ ഭാഗം പറയുന്നത്. നൈൽ നദിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടത്തെ നൈൽ എന്ന ദേവൻ ഇങ്ങനെ പറയുന്നു, മോശയെ, നിന്നെ ഞാൻ വെള്ളത്തിന്റെ അടിയിലേക്ക് കൊണ്ടുപോകും. നിന്റെ ബോഡി പോലും ഞാൻ നിന്റെ അതിന്റെ സഹോദരങ്ങൾക്ക് കൊടുക്കത്തില്ല, മാതാപിതാക്കൾക്ക് കൊടുക്കത്തില്ല. നിന്നെ ഞാൻ ഇതിലേക്ക് ആഴ്ത്തി അങ്ങ് കളയുമെന്ന് പറഞ്ഞു. എന്നാൽ അതിനെയും അതിജീവിക്കുന്ന മോശയ്ക്ക് ജന്മം കൊടുത്ത 6 ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും ഏകദേശം 30 ലക്ഷം ആൾക്കാരെ വഴി നടത്തേണ്ട കുഞ്ഞാണെന്ന് തമ്പുരാൻ ഹല്ലേലൂയ മുദ്ര കുത്തിയപ്പോൾ ഹല്ലേലൂയ ശത്രുവാകുന്നവ സാത്താന്റെ നൈൽ എന്ന് പറഞ്ഞ ദേവന്റെ ശക്തിയെ പോലും ഹല്ലേലൂയ കെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയതാണ്. ശത്രുവെ, നീ നശിപ്പിക്കുവാൻ നോക്കിയ നിന്റെ ഭവനത്തിൽ ദൈവദാസൻ വളരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങളെ തകർക്കുവാൻ
ഏതെങ്കിലും ശക്തി എവിടെയെങ്കിലും മന്ത്രങ്ങളോ ഹല്ലേലൂയ തന്ത്രങ്ങളോ കുതന്ത്രങ്ങളോ അവൻ വെച്ച് നിങ്ങളെ തകർക്കുവാൻ, കുടുംബത്തെ തകർക്കുവാൻ, വ്യക്തി ജീവിതങ്ങളെ തകർക്കുവാൻ പൈശാചിക നോക്കുന്നെങ്കിൽ ഈ ദൂത് കൈമാറുന്നു. അതിന് ആ ശക്തിക്ക് നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. കാരണം നിങ്ങളുടെ മേലൊരു വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തം നിറവേറ്റുന്ന ദൈവമാണ്. ആ വാഗ്ദത്തം ഉണ്ടെങ്കിൽ ഒരു ശക്തിക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. ഞാൻ അതിന് ഇങ്ങനെ ഒരു ഉദാഹരണം പറയും. പിന്നെ കോടതി വിധിച്ചു, എന്താ, തൂക്കിക്കൊല്ലുക. അദ്ദേഹം കിടക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഹലോ, നിങ്ങളെ തൂക്കിക്കൊല്ലാൻ കൊണ്ട് പോവുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വിശ്വാസം പറയുകയാണ്, ഇല്ല, ഞാൻ ജീവിക്കും. അങ്ങനെ മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞു. തൂക്കിലേറ്റ സമയമായി. പ്രഭാതത്തിൽ അദ്ദേഹത്തെ വിളിച്ചു. ഇന്നാണ് നിന്നെ തൂക്കിലേറ്റുന്നത്, അറിയാമല്ലോ. കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഭക്ഷണമൊക്കെ കൊടുത്തു. അദ്ദേഹം കഴിക്കുന്നില്ല. എന്തായിരുന്നാലും മനസ്സോടുകൂടി ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷവാൻ. അദ്ദേഹത്തിനോട് ചോദിച്ചു, താങ്കൾ എന്തിനായി സന്തോഷവാൻ? ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു കാലത്ത് പ്രതികൂല സാഹചര്യത്തിൽ കൂടെ കഴിഞ്ഞ വ്യക്തിയാണ്. പക്ഷേ ഞാൻ എൻ്റെ യേശുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് കുലക്കയറിൽ നിന്ന് എന്നെ ദൈവം രക്ഷിക്കും. അദ്ദേഹം പറഞ്ഞു, എങ്ങനെ രക്ഷിക്കും? ഒരു വിധത്തിലും ഇല്ല. സമയമായി, അതിന്റെ ടൈമായപ്പോൾ ഒരു ടെലഗ്രാം അല്ലെങ്കിൽ ഒരു മെയിൽ വന്നു. ഇദ്ദേഹത്തെ വെറുതെ വിടുവാനായി അല്ലെങ്കിൽ മേഖലയിലെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയുടെ തലപ്പത്തിലിരിക്കുന്ന എന്താ പറഞ്ഞ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ലെറ്റർ വരും. അവസാന നിമിഷമാ തമ്പുരാൻ പ്രവർത്തിക്കുന്നത്. സ്തോത്രം. അതുവരെ നമ്മളെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്ന് കറങ്ങി വരും. നമ്മൾ ചിന്തിക്കും സകലതും തകർന്നു പോകും. ഇല്ല, തമ്പുരാന്റെ പ്രവൃത്തി നിന്നിൽ കൂടെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദുഷ്ടശക്തിക്ക് നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 പ്രാവശ്യം ഹരിയാനയിലിട്ട് അടികൊള്ളുമ്പോഴും അവിടെ ഹല്ലേലൂയ RSSകാരുടെ ഇടയിൽ കിടന്ന് 10-20 പിള്ളേരുടെ കുറുവടിയുമായി നിൽക്കുന്നവരുടെ മുമ്പിൽ നിന്ന് ഞാൻ ഓർത്ത് അതോടുകൂടി തീർന്നു. ഉള്ളിൽ ഒരു ഹല്ലേലൂയ ഒരു ശക്തി വ്യാപരിച്ചു. ഇല്ല, നിന്നിൽ ഒരു ദൈവശക്തി ഉണ്ട്. നിന്നിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടണം. അതുകൊണ്ട് ദൈവം നിന്നെ വിടുവിക്കും. നിമിഷങ്ങൾ കൊണ്ട്, എനിക്കറിയത്തില്ല, 2 ചേരിയായി അവർ തമ്മിൽ പരസ്പരം അടികൂടിയപ്പോൾ ഞാൻ ഇറങ്ങി ഒരു വശത്തൂടെ ഞാൻ അങ്ങ് പോയി. ഓദ്രം ഹല്ലേലൂയ. അപ്പൊ ദൈവപ്രവൃത്തി ഇവിടെയാണ് വെളിപ്പെടുന്നത്. നമുക്ക് വചനത്തിലേക്ക് വരാം. അങ്ങനെ മോശ വളർന്നു. മോശയെ ദൈവം പ്രവർത്തിച്ചു. മോശയ്ക്ക് ദൈവം തമ്പുരാൻ ഒരു വടി മോശയുടെ കയ്യിലുണ്ടായിരുന്നല്ലോ. ആ വടിയെ കുറിച്ച് ഒരു ദൂതും കൂടെ പറയട്ടെ. ഈ വടിയെ ദൈവം പാമ്പാക്കി. സ്വാഭാവികമായിട്ട് വിശ്വാസികൾക്ക് പറ്റാത്തൊരു സംഭവമാണ് തമ്പുരാൻ അവിടെ കാണിച്ചത്. ഞാനും ആദ്യമൊക്കെ വായിക്കുമ്പോ വിചാരിച്ചിട്ടുണ്ട്, ചേടാ, സാത്താന്റെ പ്രവൃത്തിയുള്ള ഈ പാമ്പിന് എന്തിനടാ ഇങ്ങോട്ട് തമ്പുരാൻ കൊടുത്തത്? അതിന്റെ ചരിത്രം പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. ദൈവം അവിടെ പാമ്പിനെ അവിടെ കാണിച്ചതിന്റെ കാരണം, മിസ്രൈം ദേശത്തിലെ ഫറോ എന്ന് പറയുന്ന രാജാവിന്റെ അല്ലെങ്കിൽ അവിടത്തെ ചക്രവർത്തിയുടെ തലയിൽ കിരീടം ഇരിപ്പുണ്ട്. കിരീടത്തിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് പാമ്പിന്റെ രൂപമാണ്. എന്ന് പറഞ്ഞാൽ പാമ്പിനെ വർഷിപ്പ് ചെയ്യുകയും പാമ്പിനെ ആരാധിക്കുകയും പാമ്പിനെ വളരെ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സ്ഥലം. 2, അവരുടെ കയ്യിൽ ഒരു വടിയുണ്ട്. ആ വടിയിലും ഇരിക്കുന്നത് പാമ്പാണ്. അപ്പോൾ തമ്പുരാൻ ആദ്യം തൊട്ടത് അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദേവനെ തന്നെ തമ്പുരാൻ തൊട്ടു. സ്വത്രം. ഹല്ലേലൂയ. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ഹല്ലേലൂയ ശത്രുവിന്റെ ഹല്ലേലൂയ മർമ്മത്തിൽ തന്നെ തമ്പുരാൻ അടിക്കും. അങ്ങനെയാണ് ഹല്ലേലൂയ അവിടെ ശത്രുവിന്റെ തലയെ തകർക്കുവാനായി മോശയെ ദൈവം തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, നീ ഈ വടിയുമായാണ് പോകേണ്ടത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, തമ്പുരാൻ നമുക്ക് ഓരോ കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് ഓരോ പ്രവൃത്തി തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ ലോകത്തിൽ കർത്താവിന്റെ സുവിശേഷ വേല ശക്തമായി ചെയ്യുവാൻ കഴിയും. വിടുതലുകൾ വ്യാപരിക്കുവാൻ കഴിയും. സ്തോത്രം. ഞാനിങ്ങനെ ബൈബിൾ സ്കൂളിൽ
എൻ്റെ സുഹൃത്തുക്കളോടും ശുശ്രൂഷകന്മാരോടും, പ്രത്യേകിച്ച് പുതുതായി കടന്നു വരുന്ന ശുശ്രൂഷകന്മാരോട് ഞാൻ ഇങ്ങനെ പറയും: രക്ഷപ്പെടാൻ വേണ്ടി വന്നാൽ നീ കഷ്ടപ്പെട്ട് ഊപ്പാട് വരുമെന്ന്. നീ കഷ്ടപ്പെടാൻ വേണ്ടി വന്നാൽ രക്ഷപ്പെടും. ഓദ്രം ഹല്ലേലൂയ. എൻ്റെ അനുഭവത്തിൽ പറയാം, ഞാൻ കഷ്ടപ്പെട്ടു, ഡൽഹി കടന്ന് നല്ല കഷ്ടപ്പെട്ടു, ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഓദ്രം പ്രൈസ് ദി ലോർഡ്. ഇന്ന് എല്ലാത്തിനും ദൈവം നന്മകൾ തരുന്നു. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ ഒന്നുമില്ല, ആമേൻ, ഹല്ലേലൂയ, നിവൃത്തിയില്ല, ഭക്ഷണത്തിന് ഒരു നല്ലൊരു ചപ്പലിടാനില്ല, സെക്കൻഡ് ഹാൻഡ് ചപ്പൽ, സെക്കൻഡ് ഹാൻഡ് ഷൂസ്, സെക്കൻഡ് ഹാൻഡ് ഷർട്ട്, ഇതെല്ലാം മേടിച്ചിട്ടു അഭിമാനത്തോടു കൂടി പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ഇന്ന് ഏത് ഷർട്ട് ഇടുന്നത്? അതാണ് ദൈവപ്രവൃത്തി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ദൈവം തമ്പുരാൻ മോശയെ ദൈവം വിടുവിച്ചു, ഓർതിരിച്ചു. ആമേൻ, ഹല്ലേലൂയ. മിസ്രൈമിന്റെ 10 ദേവന്മാരെയാണ് ദൈവം തൊട്ടത്. അതാണ് ബാധ. അതിനൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ വേഗത്തിൽ വരട്ടെ, നമ്മുടെ ഭാഗത്തേക്ക് എബ്രായ ലേഖനത്തിലേക്ക് വരണം. അതുകൊണ്ടാണ് ഞാൻ ഓടി വരുന്നത്. സ്തോത്രം, നന്ദിയോട് സ്തോത്രം. അങ്ങനെ തമ്പുരാൻ മോശയെ തെരഞ്ഞെടുത്തു, ആ വലിയൊരു ജനത്തെ വിടുവിച്ചു. മോശയെ കൊണ്ടുവന്ന് മോശയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ മോശ മരണപ്പെടുന്നു. സ്തോത്രം. ഇവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ കണക്റ്റിംഗ് ഞാൻ പറയുന്നത്. മറ്റു വിഷയങ്ങളെല്ലാം അറിയാന്നുള്ളതുകൊണ്ട്, മോശ മരിക്കുമ്പോൾ മോശയുടെ ബോഡി അടക്കിയത് മനുഷ്യനല്ല, ആരുമല്ല. വേദപുസ്തകം പറയുന്നു ദൂതന്മാരവനെ അടക്കി. ഈ ദൂതന്മാരടക്കി അവന്റെ ശവക്കുഴി പിന്നെ കണ്ടതുമില്ല. ചരിത്രം 34 ആവർത്തന പുസ്തകം 34 അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നു, അങ്ങനെ യഹോവയുടെ ദാസനായ മോശയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ചു മരിച്ചു. വചനപ്രകാരം മരിച്ചു. അപ്പോ ഒരു ഭക്തൻ മരിക്കുന്നത് ദൈവത്തിന്റെ വചനപ്രകാരം തന്നെ. സ്തോത്രം, ഹല്ലേലൂയ. അവൻ ഏത് രീതിയിൽ മരിക്കണമെന്ന് തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ട്. ക്ലിയർ പിക്ചറിൽ കൂടെ പോകുള്ളൂ. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. മരിച്ചു, ബോഡി അടക്കം ചെയ്തില്ല. ഈ ഭാഗമാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, മിസ്രയീമിലെ നിക്ഷേപത്തെക്കാളും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നീ. എന്താണ് ഇതിന്റെ കാരണം? എന്തുകൊണ്ട് ദൂതന്മാര് അടക്കി? കാരണം അതിനെ പരിധി പോകുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. മോശയുടെ സർട്ടിഫിക്കറ്റ് നോക്കിയാൽ രേഖ കിടക്കുന്നത് മിസ്രൈമിലേക്കല്ല. ആരുടെ രേഖ പരിശോധിച്ചാൽ രാജകുടുംബത്തിലെ വ്യക്തിയാണ്, ഫറവോയുടെ കുടുംബത്തിലെ വ്യക്തിയാണ്. അദ്ദേഹം, അങ്ങനെ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെ അടക്കേണ്ടത് അതേപോലുള്ള പ്രൗഢിയോടുകൂടി വേണം അടക്കുവാൻ. സ്തോത്രം. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ അടക്കത്തിനും ഫറവോക്ക് കൊടുക്കുന്ന അതേ ബഹുമാനം കൊടുക്കണം, അതേ രീതി കൊടുക്കണം. അങ്ങനെയെങ്കിൽ ഈ മോവാബ് ദേശത്ത് ഒരു ശവകുടീരം അല്ലെങ്കിൽ ഒരു പിരമിഡ് അവിടെ പൊങ്ങണം. സ്തോത്രം. വരും കാലഘട്ടത്തിൽ ആ പ്രദേശം ശവകുടീരം പിന്നത്തേതിൽ ഒരു പുണ്യസ്ഥലമാണെന്നും അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയാകുമെന്ന് തമ്പുരാൻ അറിയാം. അതുകൊണ്ട് അവന്റെ ശവക്കുഴി പോലും തമ്പുരാൻ കൊടുത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല, മരിച്ചവരുടെ ശവക്കുഴിയിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. ഇതെല്ലാം വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നതിന്റെ കാരണം, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയുമായതുകൊണ്ട് ഹാലയിലെ പിന്നെ അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയില്ല. സ്തോത്രം. മടങ്ങി വരാം. അങ്ങനെ ഈ മിസ്രൈമിലെ അടക്കം ഒന്ന് പറയുമ്പോഴേ ഇതിന്റെ ക്ലിയർ പിക്ചറും കൂടെ നമുക്ക് കിട്ടുകയുള്ളൂ. മിസ്രൈമിൽ അടക്കം എന്ന് പറയുമ്പോൾ ഫറോ മരിച്ചു കഴിഞ്ഞാൽ ഫറോയുടെ കൂട്ടത്ത് തന്റെ പത്നിയെ കൂടെ അടക്കണം. ജീവനോടെ ഇരിക്കുമ്പോൾ പണ്ടത്തെ സതി സമ്പ്രദായം അടക്കണം. 2 പരിചാരകരെ, 2 സോൾജേഴ്സിനെ കൂടെ അടക്കണം. കാരണം അദ്ദേഹം മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെയും സെക്യൂരിറ്റി വേണം. അങ്ങനെ 4 പേരെയാണ് ഫറോയുടെ ശവകുടീരത്തിൽ അടക്കുന്നത്, അടുത്തടുത്തായിട്ട്.
ഇവിടെ ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് ഫറോ അടക്കുമ്പോൾ വിലയേറിയ വസ്തുക്കൾ, രത്നങ്ങൾ, അതുപോലെ തന്നെ സ്വർണങ്ങൾ, ഇതെല്ലാം കൊണ്ട് അലങ്കൃതമായി ഒരു പെട്ടി നിറച്ച് ഇത് തന്നെ വെക്കണം. കാരണം താൻ ഇഷ്ടപ്പെട്ട എല്ലാം ഇദ്ദേഹത്തിന് വേണം. സ്വതന്ത്രം. അങ്ങനെ ഈ രീതിയിലുള്ള ഒരു വലിയ പ്രൗഢ ഗംഭീര രീതിയിലുള്ള ഒരു ശവ അടക്കാണ് ഫാറവോ നടത്തിക്കൊണ്ടിരുന്നത്, ആ രാജ്യത്ത് നടത്തിക്കൊണ്ടിരുന്നത്. ഇതേപോലെ ഒരു അടക്കമായിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോ ക്രിസ്ത്യാനികൾ പോലും ഈ പിരമിഡിനെ ചെന്ന് ആരാധിക്കുമായിരുന്നു. ഇത് തമ്പുരാൻ അറിയാം. സ്വതന്ത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, മിസ്രൈമിലെ നിക്ഷേപം എന്ന് പറയുന്ന ലൗകികമായുള്ള സുഖത്തെക്കാളും ക്രിസ്തുവിന്റെ നിന്ന, യേശുവിനെ കണ്ടിട്ടില്ലാത്ത മോശയെ കുറിച്ച് പൗലോസ് പറയുകയാണ് ക്രിസ്തുവിന്റെ നിന്ന. അങ്ങനെയെങ്കിൽ ഈ ഹല്ലേലൂയ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സഹോദരങ്ങളെ, ക്രിസ്തുവിന്റെ നിന്നയാണ് വലിയ ധനം. ഈ ഭൂമിയിലും ക്രിസ്തുവിന്റെ നിന്ന നമുക്ക് വലിയ ധനം. സ്വർഗത്തിലും നമ്മുടെ പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, അറുക്കപ്പെട്ട കുഞ്ഞാട് അറുക്കപ്പെട്ടു, അവനാണ് യോഗ്യൻ. ആ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ഹല്ലേലൂയ ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രിസ്തുവിന്റെ നിന്ന വലുതായിട്ട് എണ്ണിയ ഓരോ വ്യക്തികളെയും ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തുതിക്കുകയാണ്. ഇതിന് പ്രവർത്തിക്കുന്ന ദൈവദാസന്മാര് എല്ലാവരും, നിങ്ങൾക്കും ഹല്ലേലൂയ നിങ്ങളുടെ കുടുംബത്തിനും എല്ലാം ഈ ലോകത്തിലെ ധനസുഖങ്ങളെല്ലാം ആവശ്യമായിരുന്നു. പക്ഷേ അതിനെല്ലാം അതെല്ലാം ഒരു വശത്ത് വെച്ചുകൊണ്ട് യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് തമ്പുരാൻ നിങ്ങളുടെ മേൽ വാഗ്ദത്തം ചെയ്തത് നിറവേറ്റി ലോകത്തിൽ ദൈവം ചെയ്യുവാൻ പോവുകയാണ്. ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. ദൈവ സ്നേഹം വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. അത് ആരായിരുന്നാലും ഏത് പ്രതിസന്ധി ആയിരുന്നാലും തമ്പുരാൻ അത് വിടുവിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങൾ ഏതുവിധമായ രോഗമാകട്ടെ, പ്രതിസന്ധിയാകട്ടെ, പ്രതികൂലമാകട്ടെ, എന്റെ യേശു തമ്പുരാൻ വിടുവിക്കുന്ന ദൈവമാണ്. ഒരു വേർപാടിന്റെ ജീവിതം മോശ മിസ്രൈമിൽ നടത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്കൊരു വേർപാടിന്റെ ജീവിതം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന കാലഘട്ടം കർത്താവിന് വേണ്ടി വിശുദ്ധവും വേർപാടിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജയജീവിതം നയിക്കുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവിന്റെ ധനം, ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുവാനിടയായി. എന്റെ സമയം ഹല്ലേലൂയ ഇനി 2-3 മിനിറ്റേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ വിശ്വസിക്കുന്നു ഈ വിഷയം ഹല്ലേലൂയ ദൈവം നിങ്ങളെ തൊട്ടിരിക്കുകയാണ്. നോക്കണേ, ഏറ്റവും വലിയ ഞാൻ പറഞ്ഞല്ലോ, സാത്താന്റെ ഹെഡ്ക്വാർട്ടർ എന്ന് പറഞ്ഞ മിസ്രൈമിൽ വെച്ചാണ് ഇസ്രായേൽ ജനങ്ങളെ ദൈവം 400 വർഷം പോറ്റി പുലർത്തിയത്. സ്വതന്ത്രം. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കും സ്വാഭാവികമായിട്ട് ഇത് നമ്മുടെ സഹോദരന്മാരുടെ ഇടയിൽ ഒരു ഇത് കൂടെ ഉണ്ട്. എന്തെങ്കിലും ഒരു വിഷയം വന്ന് അത് പോരാട്ടമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പോരാട്ടം എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകും? ഈ ലോകത്തിലല്ലേ പോകുള്ളൂ. നിങ്ങൾ എല്ലായിടവും സാത്താന്റെ പ്രവൃത്തി ഇല്ലേ? പിന്നെ എന്താണ്? അതുകൊണ്ട് സാത്താന്റെ പ്രവൃത്തി, പോരാട്ടം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കരുത്, പോരാട്ടത്തിന്റെ നടുവിൽ പ്രവർത്തിക്കണം. അതാണ് ഒരു ദൈവവൈതലിന്റെ ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പോരാട്ടം അവിടെ ഉണ്ടാകും. അവിടെ പോരാട്ടം ഇല്ലാതിരിക്കാൻ കാരണം എന്താ? പോരാട്ടം ഉണ്ട്. അത് അവന്റെ പ്രവൃത്തിയാ, സാത്താന്റെ പ്രവൃത്തിയാ. സ്വതന്ത്രം. അതിനെ എല്ലാം പേടിക്കേണ്ടത് നമ്മുടെ കർത്താവിന്റെ പ്രവൃത്തിയാണ് പേടിക്കേണ്ടത്. സ്വതന്ത്രം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്. അങ്ങനെ നാം നിലകൊള്ളുമ്പോൾ ഒരു ദുഷ്ടശക്തിയും നിങ്ങളെ തൊടുവാൻ ഇടവരുത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ നിന്ന ഹല്ലേലൂയ മോശ ധനമെണ്ണെണ്ണുവാൻ കാരണം അതിന്റെ മർമ്മം കിടക്കുന്ന അവിടെയാണ്. മാത്രമല്ല, മോശ മരിച്ചടക്കപ്പെട്ട പ്ലേസിലാണ് ഏലിയാവ് എടുക്കപ്പെടുന്നത്. നിങ്ങൾ ആ ചരിത്രം ഒന്ന് നോക്കിയിട്ട് അതിന്റെ ജിയോഗ്രഫി ഒന്ന് നോക്കിയാൽ ടേൺ തിരിഞ്ഞ് ഇങ്ങോട്ട് പോകണം. ഇങ്ങോട്ട് എന്താ പറഞ്ഞ യോർദാൻ നദിയുടെ ഇപ്പുറത്തോട്ട് ഇങ്ങനെ പ്ലേസ് ഇങ്ങനെ എണ്ണി വന്നു കഴിഞ്ഞാൽ കറക്റ്റ് പ്ലേസ് വരും. സ്വതന്ത്രം. ഹല്ലേലൂയ.
അങ്ങനെയാണെങ്കിൽ 2 ദൈവദാസന്മാർ ഉയർത്തെഴുന്നേറ്റ സ്വർഗാരോഹണം ചെയ്ത സ്ഥലം പിന്നത്തേതിൽ ദൈവം തമ്പുരാൻ യേശു ക്രിസ്തു, ഹല്ലേലൂയ, ആമേ ഹല്ലേലൂയ, ആമേ ഹല്ലേലൂയ, ദൈവം അവിടെ പ്രവർത്തിച്ചതും, ആമേ ഹല്ലേലൂയ, നമുക്ക് ബലവും ധൈര്യവും തരാനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം മിസ്രയീമിലെ, ആമേ ഹല്ലേലൂയ, പ്രതികൂലം കണ്ട് പേടിക്കരുത്. ഈ ലോകത്തെ കണ്ട് പേടിക്കണ്ട. ഇവിടെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാകും, പ്രതികൂലങ്ങൾ ഉണ്ടാകും, വെടിവെപ്പുണ്ടാകും. എന്നാൽ ദൈവസഭ ഇതിന്റെ മധ്യത്തിൽ, ആമേ ഹല്ലേലൂയ, ഒരു ബോട്ട് പോലെ, എത്ര സമുദ്രത്തിൽ നോക്കണേ, ആമേ ഹല്ലേലൂയ, കപ്പല എത്രയോ വെള്ളമുണ്ട്, അതിന്റെ മധ്യത്തിൽ കൂടെ ഒഴുകുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം ഓരോ ദൈവ മക്കളെയും ഈ ലോകത്തിന്റെ നടുവിൽ, ആമേ ഹല്ലേലൂയ, പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, രോഗത്തിന്റെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, ആമേ ഹല്ലേലൂയ, ബുദ്ധിമുട്ടുകളുടെ നടുവിൽ നമ്മെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ ദൈവം, വിശ്വസ്തനായ ദൈവം. അവന്റെ വരവ് ഏറ്റവും ആസന്നമായി. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമുക്ക് ഹല്ലേലൂയ, ഈ ആമേ ഹല്ലേലൂയ, നമ്മളാൽ കഴിയുന്നത്, നമുക്ക് ജീവശ്വാസം ഉള്ളിടത്തോളം കാലം കർത്താവിന് വേണ്ടി പൊരുതാം. കർത്താവിന് വേണ്ടി, ആമേ ഹല്ലേലൂയ, നാം ദൈവിക സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. അനേകരെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരാം, അനേകരെ ഉത്തേജിപ്പിക്കാൻ, അനേകരെ ബലപ്പെടുത്താം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ അവസരം നൽകിയ പ്രിയ റീച്ചാനും അനീഷ് പാസ്റ്റർക്കും ഉള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവർ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ 1-2 വാചകങ്ങളിലൂടെ പറഞ്ഞതിന് ശേഷം പാസ്റ്റർ റെജി ജോസഫ് പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവിൻ്റെ ദാസന് ഒരു പ്രാർത്ഥനാവീരനാണെന്ന് റെജി ബ്രദർ പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുമ്പാണ് സംസാരിക്കാൻ തുടങ്ങിയത്. വാട്സാപ്പിലെ ചാറ്റും ഒക്കെ ചെയ്യുന്ന ഒരാഴ്ച മുമ്പാണ്. അന്ന് മുതൽ ഞാൻ പറയാതെ തന്നെ എല്ലാ ദിവസവും കർത്താവിൻ്റെ ദാസന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. എത്ര അനുഗ്രഹകരമായിട്ടുള്ള കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മളിന്ന് കേട്ടത് സാത്താൻ്റെ സിംഹാസനം ഉള്ള സ്ഥലമാണ്. പക്ഷേ നമുക്കറിയാം, ഈജിപ്തിൽ സാത്താൻ്റെ സിംഹാസനമുള്ള സ്ഥലമാണ്. അവിടെ തന്നെയാണ് ദൈവം തൻ്റെ ജനത്തെയും മോശയെയും ഒക്കെ അയച്ചത്. നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പെർഗമോ സഭയോടുള്ള ദൂതിൽ പറയുകയാണ്, നീ സാത്താൻ്റെ സിംഹാസനമുള്ള സ്ഥലത്താണ് നീ ആയിരിക്കുന്നത്, പക്ഷേ എൻ്റെ നാമം നീ മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന് പെർഗമോ സഭയെക്കുറിച്ച് ദൈവം ശ്ലാഘിച്ച് പറയുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ബന്ധനമാ, പോരാട്ടമുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ ബന്ധനമുള്ള വീട്, അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. പ്രിയമുള്ളവരെ, യഥാർത്ഥമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ബന്ധനമുള്ളിടത്തോട്ടല്ലേ നമ്മൾ പോകേണ്ടത്. അവിടെയല്ലേ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. നമുക്കറിയാം, മിസ്രയീമിൽ സാത്താനെ ആരാധിക്കുന്നതായിട്ടുള്ള ആളുകളായിരുന്നു. അവിടെ തന്നെയാണ് കർത്താവ് മോശയെ അയച്ചതും അതിൻ്റെ മേലൊക്കെ വിജയം പ്രാപിച്ചതും. അതുകൊണ്ട് മിസ്രയീമിലെ സകല നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്നെണ്ണുവാനായിട്ട് മോശയ്ക്ക് ആത്മീകമായിട്ടുള്ള ആ വെളിപാടുണ്ടായി. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ള കാര്യങ്ങളെക്കാളും, ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ലോകത്തിലെ എന്തിനേക്കാളും കർത്താവിൻ്റെ നാമം വിലയേറിയതാണ്. അല്ല, കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന വിലയേറിയതാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയണം. നമുക്കറിയാം, കർത്താവിൻ്റെ ശിഷ്യന്മാരും പൗലോസും ഒക്കെ കർത്താവിൻ്റെ ഈ നാമത്തിന് വേണ്ടി അപമാനം സഹിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു, കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നു എന്നോർത്ത് അവർ സന്തോഷിച്ചുകൊണ്ട് പോയെന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഷ്ടതയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നെങ്കിൽ കർത്താവിൻ്റെ ആ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് ശക്തമായ ആത്മാവിൽ ശക്തരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ ദാസൻ വളരെ ശക്തമായിട്ട്, വളരെ അഗാധമായ രീതിയിൽ തിരുവചനത്തിൽ നിന്ന് സംസാരിച്ചല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ കുടുംബമായിട്ട് അവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ ഈ പ്രയർ ലൈനിൽ വന്ന് തിരുവചനം സംസാരിച്ചാൽ ഇത്ര സമയം നമ്മോടൊപ്പം ആയിരുന്നതിൽ വളരെ സന്തോഷം. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു.